വെറും ഒരു സാധാരണക്കാരനായി കടന്നുവന്ന് മലയാളത്തിലെ സൂപ്പർ താരവും ഇന്നിപ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം സൂപ്പർ ഹീറോയുമായി മാറിയിരിക്കുന്ന ടൊവിനോ തോമസിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 1989 ജനുവരി 21 ഇല്ലിക്കൽ തോമസിൻ്റെയും ഷീല തോമസിൻ്റെയും മകനായി തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലാണ് ടൊവിനോ തോമസ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് ടിങ്സ്റ്റൺ തോമസ് എന്നും അതുപോലെ തന്നെ സഹോദരിയുടെ പേര് ധന്യ തോമസ് എന്നുമാണ്. ടൊവിനോയുടെ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ ഇരിങ്ങാലക്കുടയിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്നായിരുന്നു. പിന്നീട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ടൊവിനോ പോയത് ഇരിങ്ങാലക്കുടയിലെ തന്നെ സെൻറ് മേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. കൂടാതെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് ബിരുദധാരി കൂടിയാണ് ടൊവിനോ തോമസ്. അത് ടൊവിനോ ചെയ്തത് ആകട്ടെ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിന്നാണ്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാരകമായ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. എന്നാൽ സമയമൊക്കെയും ടൊവിനോ പ്രയോജനപ്പെടുത്തിയത് ഒരുപാട് ബുക്കുകൾ വായിക്കുന്നതിനായിട്ടായിരുന്നു. കഥകളെയും കഥകളിലെ കഥാപാത്രങ്ങളെയും അന്നു മുതലാണ് ടൊവിനോ സ്നേഹിച്ചു തുടങ്ങിയത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, സ്കൂൾ കാലഘട്ടത്തിലൊന്നും തന്നെ അദ്ദേഹത്തിന് ആക്ടിങ്ങിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ആകെ 1-2 നാടകങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. എന്നാൽ സ്പോർട്സിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ടൊവിനോയ്ക്ക്. തൻ്റെ സ്കൂളിൽ നിന്ന് ഹാൻഡ്ബോളിൽ സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയ ഒരു പ്ലെയറായിരുന്നു ടൊവിനോ. കുട്ടിക്കാലം മുതലേ ഫിറ്റ്നസ്സിനോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ടൊവിനോ. അതിനാൽ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. ബോഡി ബിൽഡിംഗ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. കൂടാതെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം തൃശ്ശൂരിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുമുണ്ട്. ടൊവിനോയ്ക്ക് സിനിമകളോടുള്ള ഇഷ്ടം തുടങ്ങുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. ടൊവിനോ ജനിക്കുന്നതിന് മുന്നേ തന്നെയും അതുപോലെ തന്നെ അവരുടെ കുട്ടിക്കാലത്തും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും VCR കാസറ്റുകൾ വാടകയ്ക്കെടുത്ത് വീട്ടിലിരുന്ന് കുടുംബസമേതം സിനിമ കാണുന്നത് അവരുടെ പതിവ് കൂടിയായിരുന്നു. എന്നാൽ ഒരു സിനിമാ താരമാകണമെന്ന മോഹമൊന്നും അന്ന് ടൊവിനോ തോമസിന് ഉണ്ടായിരുന്നില്ല. കോളേജിലെ പഠനകാലം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ തന്നെ അദ്ദേഹത്തിന് ഒരു IT കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ ജീവിതം ബോറടിച്ചു തുടങ്ങി. ഇങ്ങനെ പോയാൽ തൻ്റെ ജീവിതം ഈ 4 ചുമരുകൾക്കിടയിൽ തീരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ക്രിയേറ്റീവായി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ട ടൊവിനോ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള കാമുകി കൂടിയായ ലിദിയയുമായി സംസാരിക്കാൻ ഇടയുണ്ടായി. അദ്ദേഹം തൻ്റെ കാമുകി കൂടിയായ ലിദിയയോട് പറഞ്ഞത് താൻ ഈ ജോലി നിർത്താൻ പോവുകയാണ് എന്നാണ്. നാട്ടിൽ വന്ന് ഒരു ഫാമൊക്കെ തുടങ്ങാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കയ്യെത്താ ദൂരത്തുള്ള സ്വപ്നമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ടൊവിനോയ്ക്ക് സിനിമകളോടുള്ള ഇഷ്ടത്തെപ്പറ്റി ലിദിയയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിലൊരു കൈ നോക്കുന്നതിൽ തെറ്റില്ല എന്ന് ലിദിയ ടൊവിനോയോട് പറഞ്ഞു. സിനിമാ മോഹത്തിനായി ടൊവിനോയുടെ വീട്ടുകാർ ടൊവിനോയ്ക്ക് നൽകിയത് വെറും 1 വർഷമായിരുന്നു. ആ 1 വർഷം കൊണ്ട് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകുക, അല്ലെങ്കിൽ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുക എന്ന് വീട്ടുകാർ നിർദ്ദേശിച്ചു. സിനിമാ മോഹവുമായി അലയുന്ന കാലഘട്ടത്തിൽ ടൊവിനോ താമസിച്ചിരുന്നത് ജ്യേഷ്ഠൻ്റെ കൂടെയായിരുന്നു. കൊച്ചിയിൽ വളരെ ചെറിയൊരു ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ അനുജനെയും കൂടെ അദ്ദേഹം അക്കാലത്ത് നോക്കുകയുണ്ടായി. വളരെ കഠിനതകൾ നിറഞ്ഞതായിരുന്നു ടൊവിനോയ്ക്ക് ആ കാലഘട്ടം. ഒരുപാട് സിനിമകളുടെയും ഷോർട്ട് ഫിലിമുകളുടെയും ഒക്കെ ഓഡിഷൻസുകൾക്ക് പോവുകയുണ്ടായി ടൊവിനോ. പലരും അദ്ദേഹത്തെ പറ്റിക്കുവാൻ ശ്രമിച്ചുവെന്നും ടൊവിനോ പിന്നീട് പറയുകയുണ്ടായി. അതായത് കാശ് തരാമെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെയായിരുന്നു അത്തരക്കാരുടെ വാദം. ഇത്തരം ചതിക്കുഴികൾ നേരത്തെ ഉണ്ടാകുമെന്നറിഞ്ഞ ടൊവിനോ അതിലൊന്നും തന്നെ വീണില്ല. അങ്ങനെ കുറച്ച് ഷോർട്സ് ഫിലിമുകളിൽ ടൊവിനോയ്ക്ക് അവസരം കിട്ടി. തൻ്റെ ആക്ടിംഗ് ക്യാപ്പബിലിറ്റി കാണിക്കുവാനുള്ള ഒരു ക്യാൻവാസ് ആയിരുന്നു ടൊവിനോയ്ക്ക് ഷോർട്ട് ഫിലിംസ്. എന്നാൽ അതുകൊണ്ടൊന്നും ടൊവിനോയുടെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പല സുഹൃത്തുക്കളും ടൊവിനോയോട് പറഞ്ഞത് മോഡലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. അങ്ങനെ പണത്തിന് വേണ്ടി ടൊവിനോ കുറച്ചുനാൾ മോഡലിംഗ് ചെയ്തിരുന്നു. ടൊവിനോ തോമസിൻ്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് പ്രഭുവിൻ്റെ മക്കൾ എന്നൊരു സിനിമയായിരുന്നു. അതിൽ വളരെ ചെറിയൊരു വേഷമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. മാത്രവുമല്ല ആ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയവുമായിരുന്നു. പിന്നീട് ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന ചിത്രത്തിൽ
വളരെ ചെറിയൊരു വേഷം ടൊവിനോയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ടൊവിനോയുടെ ലൈഫ് മാറി മറിഞ്ഞത് തീവ്രം എന്ന ദുൽഖർ സൽമാൻ മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. മാർട്ടിൻ പ്രക്കാട്ട് എന്ന സംവിധായകൻ ടൊവിനോയെ അവിടെ വെച്ച് കാണുകയും തൻ്റെ ചിത്രത്തിൽ ഒരു യുവ രാഷ്ട്രീയക്കാരൻ്റെ വേഷമുണ്ടെന്നും ഓഡിഷനായി വരുവാൻ ടൊവിനോയോട് പറഞ്ഞു. ആ ചിത്രമായിരുന്നു ടൊവിനോയുടെ ലൈഫിനെ മാറ്റിമറിച്ച ABCD എന്ന ചിത്രം. ആ റോളിൽ ടൊവിനോ തിളങ്ങി എന്ന് തന്നെ പറയാം. മലയാളികൾക്കിടയിൽ വളരെ വലിയൊരു വരവേൽപ്പായിരുന്നു ആ ചിത്രത്തിന് കിട്ടിയത്. പിന്നീട് ഇങ്ങോട്ട് ഒട്ടനവധി ആളുകൾ ടൊവിനോയെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സെവൻത് ഡേ, കൂതറ, എന്ന് നിന്റെ മൊയ്തീൻ തുടങ്ങിയ സിനിമകളിലെ റോളുകൾ അദ്ദേഹത്തിന് മലയാള സിനിമയിലൊരു സ്ഥാനമുണ്ടാക്കി കൊടുത്തു. എന്നാൽ ടൊവിനോ ഒരു നായകനായിട്ട് ഇറങ്ങിയ ആദ്യ ചിത്രം എന്ന് പറയുന്നത് ഗപ്പിയായിരുന്നു. വളരെ മികച്ച ഒരു ചിത്രമായിരുന്നിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ആ ചിത്രം വിജയിച്ചില്ല. എന്നാൽ അപൂർവമായി ചില ചിത്രങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഗപ്പിക്കും സംഭവിച്ചു. ചിത്രത്തിൻ്റെ DVD ഇറങ്ങിയതോടെ യുവാക്കൾക്കിടയിൽ ആ സിനിമ ഒരു ഹരമായി മാറി. വാട്സപ്പ് സ്റ്റാറ്റസുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഗപ്പിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നിറഞ്ഞു. പല ആരാധകരും ടൊവിനോ തോമസിനോട് ഈ ചിത്രം വീണ്ടും റിലീസ് ചെയ്യണമെന്ന് വരെ പറഞ്ഞു. ടൊവിനോ അവരോട് ചോദിച്ചത് വീണ്ടും റിലീസ് ചെയ്താൽ നിങ്ങൾ കാണുമോ എന്നായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ദയവായി തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഇനിയെങ്കിലും വിജയിപ്പിക്കണമെന്ന്. ടൊവിനോയുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ, ഒരു ഫിറ്റ്നസ് മാനാണെങ്കിലും ഭക്ഷണം ടൊവിനോയ്ക്ക് വളരെയധികം ഇഷ്ടമാണ്. കണ്ണിൽ കാണുന്നതെന്തും കഴിക്കുകയല്ല, വിവിധ തരം ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്നത് ടൊവിനോയ്ക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിനായി ടൊവിനോ പലയിടത്തേക്കും ട്രാവൽ ചെയ്യാറുമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഭക്ഷണം ആഘോഷിക്കുന്ന ചിത്രങ്ങളൊക്കെയും സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. എത്രയൊക്കെ കഴിച്ചാലും അത് ഹെൽത്തിനെ ബാധിക്കരുത് എന്ന് ടൊവിനോയ്ക്ക് വളരെയധികം നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ടൊവിനോ ജിം സെക്ഷൻ ഒന്നും തന്നെ മുടക്കാറില്ല. കൂടാതെ ട്രാവലിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ടൊവിനോ തോമസ്. അത് ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും ടൊവിനോ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. കൂടാതെ അഡ്വഞ്ചർ സ്പോർട്സുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ടൊവിനോ തോമസ്. ആസ് ആൻ ആക്ടർ വളരെ മെച്ചപ്പെട്ടു വന്നിട്ടുള്ള ഒരു നടനാണ് ടൊവിനോ. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനം എന്ന് തന്നെ പറയാം. അഭിനയത്തോടൊപ്പം തന്നെ ഫിറ്റ്നസ്സും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മുൻനിര യുവ നായകന്മാരിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ടൊവിനോ. അദ്ദേഹം ഫാമിലിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വിനയവും താഴ്മയുമാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് തന്നെ പറയാം.